ഞങ്ങളുടെ ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ആവുക്കുളം ശ്രീ ധർമ്മശാസ്ത്രം. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളല്ല, എൻ്റെ ഈ നാട്ടിലെ എല്ലാ കുട്ടികളുടെയും ഏറ്റവും വലിയ ഓർമ്മകളും അനുഭവങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പറമ്പാണ് ഈ ക്ഷേത്രപ്പറമ്പ്. ഞങ്ങളെ ഒരു സ്ഥിരം താവളമായിരുന്നു ഈ ചെമ്പകത്തിൻ്റെ കൊമ്പുകളെല്ലാം. ഞങ്ങൾ കളിയും തമാശയും പഠനവും രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഈ പറമ്പിലുണ്ടാവും ഞങ്ങളെല്ലാം. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ബാല്യം ഉണ്ടോയെന്ന് പോലും അറിയില്ല. വളരെ മനോഹരമായ ഓർമ്മകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരിടമാണ് ഞങ്ങളെ ഈ അമ്പലപ്പറമ്പ്. ഈ ചെമ്പകമരത്തിൻ്റെ ഓരോ ചില്ലകളിലും ഞങ്ങളെ കാൽപ്പാടുകൾ പതിഞ്ഞു കാണും. ഓർത്തോർത്ത് സുഖിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാട് ഓർമ്മകൾ. ഈ കൊമ്പിൽ നിന്നാണ് ഇന്നത്തെ കുട്ടികൾക്ക് അറിയാൻ വയ്യാത്തൊരു കളിയുണ്ട്, കിളിത്തട്ട്. അവിടെ കിളിത്തട്ട് നടക്കുമ്പോൾ ഞങ്ങൾ ഈ കൊമ്പിൽ മരച്ചൂട്ട് കളിക്കും. അന്ന് ഇതിൻ്റെ ഇത്രയും മുകളിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ ഇപ്പം ചാടിയ കാലൊടിഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ. അങ്ങനെ ഈ പറമ്പുമായിട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകൾ. SLCക്ക് തോക്കുമ്പോൾ പോലും അച്ഛൻ്റെ തല്ലുകൊണ്ടുവന്ന് വിചാരിച്ച് ഓടി ഈ ഒരു മരക്കൊമ്പിലാണ് വിളിച്ചിരുന്നത്. പക്ഷെ അന്ന് ഈ അമ്പലം വളരെ ചെറിയ ഒരു അമ്പലമാണ്. പക്ഷെ ഇതിൻ്റെ കാലം നിർണ്ണയിക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് വല കെട്ടിയ ഒരു അമ്പലമായിരുന്നു. അന്നും ഇന്നും എനിക്ക് മാത്രമേ, ഞങ്ങൾക്കല്ലെങ്കിൽ എൻ്റെ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ ഈ അമ്പലത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഓർമ്മയുള്ളൂ. അന്ന് ഈ ചുറ്റുമതിലില്ല, ഇവിടെ മുളം കാടും. ഇപ്പം നാഗർ ഇരിക്കുന്നിടത്ത് വെറും ഒരു നാഗശില്പം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മകൾ. ഒരു പ്രാവശ്യം ഞാനീ ഒരു കൊമ്പിൽ നിന്ന് മൂട്ടി വീണിട്ടുണ്ട് ആ ചെറുപ്പത്തിൽ. അതൊരു കഥാപുസ്തകം വായിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ്. ആ ചില്ലയിൽ നിന്നാണ്. ഇപ്പോൾ ഒരു 57 വർഷം മുമ്പാണത്. എങ്കിലും ഇന്നലത്തെ പോലെ എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ പഠിച്ച തുണ്ടത്തിൽ സ്കൂളാണിത്. ഞാനിവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഞങ്ങൾ പഠിക്കുമ്പോൾ 11 ഇന്നത്തെ 10th അല്ല, 11ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണിത്. എൻ്റെ ഈ സ്കൂളിന് ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ നിന്ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എല്ലാം അതുപോലെ തന്നെയാണ്. എൻ്റെ കലാപരമായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ തുടക്കം ഇവിടെയാണ്. ചിത്രകലയായാലും അഭിനയമായാലും മറ്റെല്ലാം എൻ്റെ തുടക്കം ഇവിടെയാണ്. എനിക്കും എൻ്റെ സഹകൂട്ടുകാർക്കും ഒരു അത്താണിയും ഒരു വഴികാട്ടിയൊക്കെ ആയിരുന്ന വലിയ ശാല സുകുമാരൻ നായർ എന്ന് പറയും. ഞങ്ങളെല്ലാം വാത്സല്യത്തോടു കൂടി നോക്കിയിരുന്ന ആളാണ്. ഞങ്ങൾ ഹിന്ദി സാർ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ 11ാം ക്ലാസ് A ഡിവിഷനിൽ പഠിച്ചിരുന്ന ക്ലാസ് റൂമാണ് അവിടെ. അതിപ്പോൾ പുതിയ ബിൽഡിങ്ങാണ്. അന്ന് ഞാൻ 11ാം ക്ലാസ്സിൽ തോക്കുമ്പോൾ എൻ്റെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ വളരെ വാത്സല്യത്തോടു കൂടി, അന്ന് ഞങ്ങൾക്ക് ഇവിടെ പല ആക്ടിവിറ്റീസുണ്ട്, ഞങ്ങൾ കളിക്കാനൊക്കെ ഇറങ്ങും, ഓട്ടം ചാട്ടം. അന്നത്തെ തടിയൊന്നുമില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു, എടാ നിനക്ക് തടിയെല്ലാം ഉണ്ടല്ലേ, നീ പട്ടാളത്തിൽ പോടാം. അപ്പോൾ എനിക്ക് അതിൽ വിഷമമൊന്നും തോന്നിയില്ല, വളരെ വാത്സല്യത്തോടു കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ സാറ് വീണ്ടും പറഞ്ഞ് ഒന്നുകൂടെ എഴുത്, ഈ കളിയെല്ലാം മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനും എൻ്റെ ഗുരുവായിട്ടുള്ളൊരു ആത്മബന്ധം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു നാടകം പഠിപ്പിക്കുകയും അന്ന് ഒരുപാട് പ്രാവശ്യം റിഹേഴ്സൽ എടുത്തത് CL ജോസിൻ്റെ നക്ഷത്രവിളക്ക്, തീ പിടിച്ച ആത്മാവ്, അതൊക്കെ ഞങ്ങളെ എൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ചത് സാറാണ്. ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് ചായം തേച്ച് തന്നത് സാറാണ്. അത്
അന്ന് സ്കൂൾ യുവജനോത്സവം മാത്രമേ ഉള്ളൂ, ഡിസ്ട്രിക്റ്റ് മോഡൽ സ്കൂളിൽ വെച്ചായിരുന്നു. അന്ന് നരസിംഹം സ്കൂൾ യുവജനോത്സവം ഡിസ്ട്രിക്ട് ഫെസ്റ്റിവൽ അന്ന് മോഡൽ സ്കൂളിൽ വെച്ചായിരുന്നു. ഞങ്ങളെ സ്കൂളിലാണെന്ന് പ്രൈസ് കിട്ടിയത് ഞാനായിരുന്നു നരസിംഹം. ഇങ്ങനെ തൂണ് പിളർന്ന് വരുന്നത്, പക്ഷേ ഈ പിളർന്ന തൂണും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വരച്ചത് സാറായിരുന്നു. അങ്ങനെ എൻ്റെ മുഖത്ത് ഇന്ന് എനിക്കൊരു ജീവിത ഉപാധിയായി ഞാൻ കൊണ്ടു നടക്കുന്ന ഈ അഭിനയം എന്ന് പറഞ്ഞ കലയ്ക്ക് ഞാനിങ്ങനെ ഒരു ആനച്ചന്തമൊക്കെ വെച്ച് രക്ഷപ്പെട്ടു പോകുന്ന ആളാണെങ്കിലും ആദ്യമായിട്ട് ഈ മുഖത്തൊരു ചായം തേച്ച് എന്ന സാറാണ്. പഠിത്തത്തിനേക്കാളും കൂടുതൽ ആഭിമുഖ്യം കലയോടായിരുന്നു. നാടകം കളിക്കുക, ചിത്രം വരയ്ക്കുക, ഇതിലെല്ലാം വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന കാലം മുതൽ ഈ സ്കൂളിലെ കലാപരമായ എല്ലാ കാര്യത്തിലും ഇന്നതെന്നില്ല. അന്ന് ഇതുപോലെ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നാടകങ്ങൾ അഭിനയിപ്പിക്കാനും അതിൻ്റെ കർട്ടം ഉണ്ടാക്കാനും എല്ലാം ഞങ്ങൾ കൈകൊണ്ട് തന്നെ നമ്മുടെ കരവിരുത് തന്നെ അതിൽ പ്രകടിപ്പിക്കേണ്ടിയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ബാലകൃഷ്ണൻ കുട്ടിക്കാലം ആണെങ്കിലും അന്ന് മുതലേ അതിനോടൊരു താല്പര്യമുള്ളതുകൊണ്ട് എന്നെ പ്രത്യേകം ശ്രദ്ധിക്കും, എൻ്റെ കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കും, ഞാൻ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ നാടകത്തിലും ഈ ടാബ്ലോ ആണെന്ന് തോന്നി, ഈ നരസിംഹ ടാബ്ലോ സ്റ്റില്ലായിട്ട് ലൈറ്റിംഗ് വരെ സാറാണ് ചെയ്യുന്നത്. വേറെ കാര്യങ്ങൾ ഇതുപോലത്തെ മറ്റ് ടെക്നിക്കലായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മുടെ കഴിവ് തന്നെ മുഴുവൻ ഉപയോഗിച്ചാണ് ഈ കലാപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് സാറിൽ നിന്ന് കിട്ടിയ ആ ഒരു ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ പിൽക്കാലത്ത് 65 ബാച്ചാണ് ഞാൻ അന്നത്തെ സ്കൂൾ ഓഫ് ആർട്സ്. ഞാൻ പിന്നെ 5 കൊല്ലം അവിടെ നിന്ന് ഡിപ്ലോമ ഡ്രോയിങ് ആൻഡ് പെയിന്റിങ്. സാറിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രചോദനമാണ്. ഞാനതിൻ്റെ ഒരു ചെറിയ തറക്കല്ലിട്ടെന്നല്ലാതെ ബാക്കി അത്രയും തന്നെ അത് വളരെ വിപുലമാക്കി വളരെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് അറിയപ്പെടുന്ന ഒരു ചിത്രകാരനെന്നോ സിനിമ നടനായി എല്ലാ രംഗത്തും കാണുമ്പോൾ ഞാൻ ഈ ഇതിലെല്ലാം കാണുമ്പോൾ സീരിയലിലോ സിനിമയിലൊക്കെ കാണുമ്പം ഞാൻ സ്വയം അഭിമാനിക്കാറുണ്ട്. എനിക്ക് എൻ്റെ ശ്രമത്തിന് ഒരു നല്ല ഒരു ഇത് കാണാൻ സാധിച്ചല്ലോ എന്ന്. എൻ്റെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടം ഞാൻ പഠിച്ച വിദ്യാലയമാണിത്. അന്ന് സ്കൂൾ ഓഫ് ആർട്സാണ്, HND മഹാരാജ സ്കൂൾ ഓഫ് ആർട്സ്. ഇന്ന് കോളേജ് ഓഫ് ഫൈൻ ആർട്സാണ്. ഇവിടെ ഞാൻ 5 കൊല്ലം പഠിച്ചാണ് ഡിപ്ലോമ പാസ്സായത്. ഇതിൽ വളരെ വിചിത്രമായൊരു സംഭവം, ഈ 5 കൊല്ലം പെയിൻറ്റിങ് പഠിച്ചെങ്കിൽ ഇനി ഞാനൊരു ചിത്രകാരനാണെന്ന് പടം വരച്ച് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അത് സമീപഭാവിയിൽ അത് തെളിയിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെടുന്നത് കാഞ്ചനസീതയ്ക്ക് മുമ്പാണ്. പുള്ളി ഒരു ക്യാമറ ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ചിത്രലേഖ വരുന്ന തളിയനുമായിട്ടാണ് വന്നത്. പുള്ളിക്കാരൻ ഇറങ്ങി പോയതിന് ശേഷമാണ് കൊളത്തൂർ ഭാസ്കരൻ പറഞ്ഞ് ഇന്നാരാണ് വന്നിട്ട് പോയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ പുള്ളിക്കാരൻ്റെ കുറേ അധികം സ്റ്റിൽ ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു. ഇത് പുനി പഠിക്കുന്ന കാലത്ത് അവിടെ നിന്ന് കേരളകൗമുദിയുടെ വീക്കെൻഡിൽ ഞായറാഴ്ച പതിപ്പിൽ അടിക്കാൻ വേണ്ടി ജയചന്ദ്ര സാറിൻ്റെ പേരിൽ പടങ്ങൾ വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും അടുത്തിടപഴകുന്നത് കാഞ്ചനസീത എന്ന് പറഞ്ഞ അരവിന്ദേട്ടൻ്റെ പടത്തിനാണ്. ആ പടം കഴിഞ്ഞ് അരവിന്ദേട്ടൻ്റെ പല പടങ്ങളിലും പുള്ളിക്കാരൻ ഛായാഗ്രാഹകന്, ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത്. എന്നാൽ ഇന്നും ഓർമ്മിക്കുന്ന ഒരു സംഭവം, തമ്പ് ഷൂട്ടിംഗ് ടൈമിന് പുള്ളിക്കൊരു ചെറിയ പനി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ താടിമുടി പപ്പൻ,
അവിടെ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നമുക്കൊരു അർച്ചന കൊടുക്കുക. പുള്ളി ഒരു 3-4 ദിവസം കൂടെ പനി പിടിച്ച് കിടക്കട്ടെ എന്ന്. അപ്പോൾ ഈ രാവും പകലുമുള്ള വർക്കാണ് അവിടെ തിരുനാവായ മണപ്പുറത്ത് ഈ തമ്പ് സിനിമയ്ക്ക്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള കുളിയും ഒക്കെ കൂടെ ആയപ്പോഴാണ് പുള്ളിക്ക് ഇങ്ങനെ പനി പിടിച്ച്. അപ്പോൾ ഞങ്ങളാലോചിച്ച് ഞങ്ങൾക്കൊരു 2-3 ദിവസം സൂചിച്ച് ഞങ്ങളെ ചില സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്താമല്ലോ. അപ്പോൾ പുള്ളി അവിടെ കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരാളിൻ്റെ വീട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പിന്നെ ശുശ്രൂഷിക്കാൻ നമ്മളെ സൗണ്ട് എഞ്ചിനീയർ ദേവദാസാണ് മരുന്ന് കൊടുക്കാനും. എന്തുകൊണ്ട് ഒരു ദിവസമേ കിടന്നുള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് അവിടെ ഈ മണൽപ്പുറത്തൊന്ന് കുളിച്ച് സൂചിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ. പക്ഷെ തമാശയിലായിരുന്നത്. അവസാനം പുള്ളിക്കാരൻ അറിഞ്ഞു ഞങ്ങളെ കൂടെ ഇങ്ങനെ അർത്ഥന. അങ്ങനെ ഒരുപാട് നുറുങ്ങ് കൊച്ചു കഥകളുണ്ട്. പിന്നെ പുള്ളി സംവിധാനം ചെയ്ത പടത്തിലും ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അടുപ്പവും ബന്ധവും ഇന്നും തുടരെയാണ്. ശരിക്കും ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് എന്തിനാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ വലിപ്പം കൊടുത്തത്. പലപ്പോഴും തോന്നിയത് ഒരു വലിയൊരു ഹൃദയത്തിൻ്റെ ഉടമയൊക്കെയാണ് ബാലൻ. കാരണം ഈ വലിയ ഹൃദയം സൂക്ഷിക്കുന്നതിന് ഒരു വലിയ ശരീരവും ആവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ആ വലിപ്പം കിട്ടിയത്. ഏത് സമയത്ത് ഏത് സന്ദർഭത്തിലും നല്ലത് വരിക, നല്ലത് സംഭവിക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ അറിവും ചില വ്യക്തികളിൽ എനിക്ക് ഇടപെടാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നാൽ ഏറ്റവും പെട്ടെന്ന് മുമ്പിൽ വരികയും ചെയ്യുന്നത് ഏട്ടനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇമേജും എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് ഇന്നും ഉണ്ട്. വേറൊരു ഇമേജ് എനിക്ക് ഇദ്ദേഹത്തെ പറ്റിയുള്ളത് ഇദ്ദേഹത്തിൻ്റെ വായനയാണ്. പലപ്പോഴും ഞാൻ എൻ്റെ വർക്കുകളായിട്ട് അല്ലെങ്കിൽ ഫെസ്റ്റിവലുമായിട്ട് എൻ്റെ പടവുമായിട്ടൊക്കെ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ ആദ്യം എന്നോട് ആവശ്യപ്പെടുന്ന നല്ലൊരു ചിത്രമുള്ള ഒരു ബുക്ക്, അതല്ലെങ്കിൽ ഇൻഫ്ലൈറ്റ് മാഗസീൻ, അതല്ലെങ്കിൽ വളരെ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും എനിക്ക് വേണ്ടി കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു വലിയ, അത് ഏത് സമയത്തും ഞാനത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കൊണ്ടുവരുമ്പോഴൊക്കെ തന്നെ എൻ്റെ ഒരു കൈയൊപ്പ് വേണമെന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇന്ന സന്ദർഭം ഇന്ന സമയം ഒക്കെ അതിനകത്ത് കുറിക്കണമെന്ന് പറയാറുണ്ട്. അപ്പം ഒരു ഫോട്ടോഗ്രാഫർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമാറ്റോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഒരു ഇമേജിനെ കാണുന്ന വിധം, പക്ഷെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അത് ഈ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നല്ല മനസ്സിൽ നിന്ന് കാണുന്ന ചില കാഴ്ചപ്പാടുകൾ തന്നെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ സിനിമയായിട്ട് ഞങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ, സൗഹൃദങ്ങൾ, അവസാനം തിരിച്ചു പോകുമ്പം ആ ചുറ്റുപാടുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ പറഞ്ഞയക്കാതെ പലരെയും കണ്ണ് നിറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ആ ചുറ്റുമുള്ള സ്ഥലത്തു നിന്ന് പറഞ്ഞയക്കുന്നത്. മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഹൃദ വലയം ഇദ്ദേഹം സൃഷ്ടിക്കുകയും ആ നല്ല മനസ്സിൻ്റെ മുമ്പിൽ പലപ്പോഴും എൻ്റെ മാതിരി ചിലപ്പോഴും ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനാണ് ഏറ്റവും നല്ല മനുഷ്യൻ, നല്ല ഹൃദയത്തിൻ്റെ ഉടമസ്ഥൻ. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. എനിക്കും ഒരു പേഴ്സണൽ സ്ട്രെങ്താണ് അദ്ദേഹത്തെ. പലപ്പോഴും ഞാൻ തന്നെ സ്വയം ആലോചിക്കുന്ന ചില സമയമുണ്ട്. എനിക്കൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് ചേർന്നിട്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു സിനിമ ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഒരു ഫീച്ചർ ഫിലിം എടുക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുമുണ്ട്, ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായിട്ട് അത് മാറാനും ചിലപ്പോൾ സാധ്യതയുണ്ട്.